അപ്പൊ എന്തായാലും ഞാൻ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ നാട്ടില്, ഞാൻ വടക്കാഞ്ചേരിക്കാരനാണ്, എൻ്റെ നാട് വടക്കാഞ്ചേരിയാണ്, തൃശ്ശൂർ വടക്കാഞ്ചേരി. അവിടെ ഈ കാറ്റിൻ്റെ ഒരു സീസൺ ഉണ്ട്. അത് ആ സൈഡ്, പാലക്കാട് സൈഡൊക്കെ നമ്മളൊക്കെ പലപ്പോഴും യാത്ര ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ അവിടെ ഒരു കാറ്റിൻ്റെ ഒരു സീസൺ വരും. ഈ സീസണിൽ ശരിക്കും ഈ മാങ്ങയൊക്കെ ഇങ്ങനെ വീണ് കിട്ടുമ്പോൾ നമ്മൾ ഇന്നത്തെ കുട്ടികൾക്ക് അത് അറിയുമെന്ന് അറിയില്ല കേട്ടോ. നമ്മളൊക്കെ അന്ന് ഇങ്ങനെ മാവിൻ്റെ ചോട്ടിൽ വട്ടം വരച്ച് വെക്കും. എന്നിട്ട് ആ വട്ടത്തിൽ വീണ എൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് തറക്കമാണ്. നമ്മൾ വീണ് കിട്ടുന്ന മാങ്ങ ഓടിച്ചെല്ലുക, എടുക്കുക, അപ്പം തന്നെ അടിക്കുക. അത് കഴുകാനൊന്നുള്ള നേരമില്ല. അപ്പൊ ആ തരത്തിലുള്ള ഒരു ഓർമ്മയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണത്. എന്തായാലും നല്ല ഒരു പഴുത്ത മാങ്ങ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. നല്ലൊരു പഴുത്ത മാങ്ങ. നല്ല മണം കേട്ടോ. മൂവാണ്ടനാന്നുണ്ട്. ചെറിയൊരു നാരുണ്ടായിരുന്നു. ഇത് നമ്മള് ഒരു നല്ല കാന്താരി മുളക് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന എക്സ്പ്രഷൻ, ഈ മധുരത്തിന്റെ സുഖമൊന്നും നമ്മൾ കാന്താരി മുളക് കഴിക്കുമ്പോൾ ഉണ്ടാവില്ല. അപ്പൊ നല്ലൊരു ഇത്ര ഉണ്ടാവുള്ളൂ ഈ കാന്താരി മുളക്. പക്ഷെ അറിയാലോ, നല്ല എരിവല്ലേ. അപ്പൊ ഒരു കാന്താരി മുളക് നമുക്കൊന്ന് കടിച്ചു നോക്കാം. അതിന്റെ ശബ്ദം വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു നോയ്സാണ്. അത് ശ്രദ്ധിച്ചാലേ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഒരു കാന്താരി മുളക് കടിക്കുകയാണ്. ഈ കാന്താരി മുളക് കടിക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ഫേസിലുള്ള ഒരു എക്സ്പ്രഷൻ കേട്ടോ. നല്ലൊരു അല്ലേ, ഇങ്ങനൊക്കെ ആയിരിക്കും നമ്മളൊരു മുളക് കടിച്ചാലോ നമ്മുടെ അവസ്ഥ. ഓക്കെ, അടുത്ത നമുക്ക് നല്ല ഈ വാളംപുളി ഇല്ലേ, വാളംപുളി, കൊടപ്പുളി അല്ല, വാളംപുളി. അതിങ്ങനെ തൊണ്ടടർത്തി നമ്മളിങ്ങനെ ചെനച്ച പുളി എന്നൊക്കെ പറയും നമ്മുടെ നാട്ടില്. ആ തൊണ്ടടർത്തി കഴിയുമ്പോൾ ഇങ്ങനെ പച്ച, മഞ്ഞ, ചുമപ്പ് കളറിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അതായത് നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന പരുവത്തിലല്ല, വീണ് കിട്ടുന്ന നല്ല പഴുത്ത പുളി. ആ പുളി നമ്മളൊന്നിങ്ങനെ എടുത്ത തൊണ്ടടർത്തിയിട്ട് അല്ലെ, ഇങ്ങനെ ആയിരിക്കും ഒരു പുളി കഴിക്കുമ്പോൾ. അതെ, നമ്മുടെ അതിഥികൾക്ക് എന്റെ പുറകുവശം മാത്രം കാണാനുള്ളൂ. സോറി, ഞാൻ ഇങ്ങനെല്ലാം നിവർത്തിയില്ല എടുക്കാൻ. അപ്പോ നമ്മള് ഈ നാടൻ പേരക്ക ഉണ്ടല്ലോ, പേരക്ക നമ്മള് വീട്ടിൽ നിന്നൊക്കെ കിട്ടും. നമ്മള് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കുറേ കൂടിയൊക്കെ പഴുത്ത് ഇങ്ങനെ കിളുകളെന്ന് തന്നെ ഇരിക്കും. അതല്ലാതെ നല്ല മൂത്ത പേരക്കൊക്കെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പൊട്ടിച്ച് കഴിക്കില്ലേ, അങ്ങനെ ഒരു പേരക്ക കടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ്. നമ്മളൊരു പേരക്ക പൊട്ടിച്ച് അല്ലേ, ഇങ്ങനെയാണ് നമ്മൾ പേരക്കയുടെ തോലെ. ഇങ്ങനെയൊക്കെയാണ് ഒരു മൂത്ത പേരക്ക കഴിക്കുന്നത്. ഈ കൂഴച്ചക്ക എന്ന് പറഞ്ഞൊരു ചക്കയുണ്ട്, പഴച്ചക്ക, കൂഴച്ചക്ക എന്നൊക്കെ പറയും. അതിങ്ങനെ നൂല് പോലെ, വരിക്കച്ചക്കയല്ല, കൂഴച്ചക്ക. അത് ഇത്തിരി ശ്രദ്ധിച്ച് കഴിക്കേണ്ട ഒരു സാധനം കൂടിയാണ്. അങ്ങനെ ഒരു കൂഴച്ചക്ക നമ്മൾ കഴിക്കണമെങ്കിൽ ഇതാ ഇങ്ങനെ എടുത്തിട്ട്
അടുത്തതിൽ നമ്മൾ പുറത്തേക്ക് തട്ടും. ഇത് അകത്തും പുറത്തും അല്ലാത്ത രീതിയിലാണ് നിൽക്കുക അല്ലേ? എന്തായാലും നിങ്ങൾക്കൊക്കെ സന്തോഷമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇത്രേ പറ്റുള്ളൂ. ഒരുപാട് സന്തോഷം. ഒരു പാട്ട് ഞാൻ പാടാന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കോയക്കുട്ടിയുടെ സൗഹൃദം എന്താ ചങ്ങായി എന്തോ ആണ് കാര്യം പറഞ്ഞേ. അപ്പൊ ഞാനെന്നല്ലേ പത്ര നേരം എന്നിട്ട് ഈ പറയണോക്കെ നല്ലൊരു കൈയ്യിൽ എടുത്ത് പ്ലീസ്. താങ്ക് യു സോ മച്ച്. കേട്ടോ എനിക്ക് വേണ്ട പറയും പാലക്കാട് ഭാഷ വേണമെന്നാ പറഞ്ഞു മുമ്പേ. ആയിക്കോട്ടെ എന്താ വേണ്ട പറയാ, നിങ്ങൾക്ക് വേണ്ടൊക്കെ തരാൻ തന്നെ ഞാൻ വന്നിരിക്കുന്നത്. പിന്നെന്താണ് നല്ലൊരു കൈയ്യടി പ്ലീസ്. അതാ മൂപ്പരിപ്പ് എന്റെ പനയുടെ മുകളിൽ കയറ്റാനുള്ള പരിപാടിയാണ്. ആ പനയുടെ മുകളിൽ കയറുന്ന സംഭവം പറയാനാ പറഞ്ഞത്. കേട്ടാ അത് നമുക്ക് ഇനി വേറെ സന്ദർഭത്തിൽ പറയാട്ടോളി. ഒരാളോട് കൂടെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പറയാറുള്ളൂ. ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ലേ, അതാണ്. ശരി, നമുക്ക് വീണ്ടും കാണാം. ഈ കോയയും ശീതളനൊക്കെ, ശീതളൻ എന്നുള്ള ക്യാരക്ടർ ഞാൻ വരുമ്പോ 90% പാലക്കാട് സ്ലാങ്ങാണ് പറയാ. അപ്പൊ എന്തായാലും അദ്ദേഹം അത്